നമ്മുടെ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ. ഇപ്പം ആലപ്പുഴ പുന്നമടക്കായൽ, അതായത് നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റൊക്കെ ഇല്ലേ, അതിൻ്റെ അടുത്തുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പം അവധിക്കാലമൊക്കെ ആയി, സ്കൂളൊക്കെ പൂട്ടിത്തുടങ്ങി, അപ്പോൾ സീസണായി. ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിൻ്റെ ഒരു ചാകര തുടങ്ങുന്ന ടൈമാണ് ഈ സ്കൂളൊക്കെ പൂട്ടുന്ന ടൈം. ഒത്തിരി നാടുകളിൽ നിന്നും ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരും. കൂടുതലും വരുന്നത് ഫോറിനേഴ്സാണ്. എല്ലാ നാട്ടിൽ നിന്നും വരും. ഈജിപ്തിൽ നിന്നും, അതേപോലെ തന്നെ അമേരിക്ക, ലണ്ടൻ, ഇറ്റലി, ഒത്തിരി നാടുകളിൽ നിന്നുമൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇതൊരു ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിലൊരു ദിവസമെങ്കിലും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ചെറിയ ബോട്ടുകളുണ്ട്, വലിയ ബോട്ടുകളുണ്ട്. ഇപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ പൈസ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ 10 ബെഡ്റൂമിൻ്റെ ഉണ്ട് ബോട്ട്. കണ്ട വലിയ ബോട്ട്, ആ കിടക്കുന്ന 10 ബെഡ്റൂമിൻ്റെ ബോട്ടാണ്. ഈ കിടക്കുന്ന ശിങ്കാരി ബോട്ടെന്ന് പറയും, ചെറുതാണ്. ഇതിനൊക്കെ പൈസ കുറവായിരിക്കും. അതിലൊക്കെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ നല്ലൊരു എമൗണ്ട് ആവും. ലക്ഷത്തിന് മേലൊക്കെ പോകും കേട്ടോ സീസണൊക്കെ ആകുമ്പോൾ. അതിൽ ആ കിടക്കുന്ന ബോട്ടിൽ താമസിക്കാനൊക്കെ, അതേപോലെ ആ വലിയ ബോട്ടിൽ. അതുപോലെ തന്നെ 1 ബെഡ്റൂമുണ്ട്, 2 ബെഡ്റൂമുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടി താഴേക്ക് വരും പ്രൈസ്. ഞാൻ എന്തായാലും പ്രൈസ് ഒന്നും പറയണില്ല, കാരണം സീസൺ ആകുമ്പോൾ എന്തായാലും കൂടുതലായിരിക്കും പൈസയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവമായിരിക്കും ആ ഏരിയയിൽ. ഒത്തിരി ജനങ്ങൾ വരും. ഇപ്പം സീസണല്ല, ഇപ്പം നോമ്പും പെരുന്നാളിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണതുകൊണ്ട് ഇപ്പം പെരുന്നാളായി കഴിഞ്ഞാൽ ഇനി ഇഷ്ടം പോലെ ആൾക്കാർ വരും. പിന്നെ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഇവിടെ ഈ കായലിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇപ്പോൾ കാണുന്നില്ല, ഈ ഭാഗത്താണ് നമ്മുടെ വള്ളംകളിയുടെ പുന്നമട കായലിലെ വള്ളംകളിയൊക്കെ നടക്കുമ്പോൾ ഈ ഭാഗത്തൂടെയാണ് ബോട്ട് റൈസൊക്കെ നടക്കുന്നത്. ഇത് ഫിനിഷിംഗ് പോയിൻ്റ് അടുത്താണ് കേട്ടോ, റമദ ഹോട്ടലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാണാനൊരു രസമാണ്. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായിരിക്കും സ്കൂളൊക്കെ അങ്ങോട്ട് പൂട്ടി വന്നു കഴിയുമ്പോൾ. പിന്നെ ഇതാ കാണുന്നതൊക്കെ ഹോം സ്റ്റേകളുണ്ട്, ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഇവിടെ ഉണ്ട്. അതും ഈ സീസണൊക്കെ ആകുമ്പോൾ ഹോം സ്റ്റേയിലും പൈസയൊക്കെ കൂടും കേട്ടോ. അല്ലാത്ത ടൈമിലൊക്കെയാണ് 1000-1200 രൂപക്കൊക്കെ റൂംസ് കിട്ടും. ലക്ഷറി ഒക്കെയാണ്. എല്ലാ റൂമും എ സി നോൺ എ സി എന്നൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ പക്ഷേ സീസൺ ആകുമ്പോൾ ഈ 1200 2500 3000 രൂപയൊക്കെ പെർ ഡേ വരുന്ന ആ ഒരു റേഞ്ചിലേക്ക് മാറും. അപ്പോൾ ഈ കായൽ മുഴുവൻ ചുറ്റാനായിട്ട് രാവിലെ 11 മണിക്ക് ബോട്ടിൽ കയറിയാൽ വൈകുന്നേരം 5 മണിക്ക് ഇത് റിട്ടേൺ ചെയ്യും, തിരിച്ചു വരും. ആ സമയത്ത് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. 11 മണിക്ക് തൊട്ടുള്ള ആ സമയത്തുള്ള പിന്നെ ജ്യൂസ്, സ്നാക്സ്, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാവും. എല്ലാത്തിനും കരിമീൻ വറുത്തത്, ചിക്കൻ കറി, വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയിട്ട് നല്ല ഭക്ഷണം കിട്ടും. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ നമുക്കിതിനകത്ത് ചായയും സ്നാക്സൊക്കെ കിട്ടും. അതെല്ലാം ഇവർ വാങ്ങുന്ന ചാർജ് ഇതൊക്കെ അടക്കമാണ് കേട്ടോ. അതിനകത്ത് ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ടാവും, അവർ തന്നെ എല്ലാം ശരിയാക്കി തരും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചണൊക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടെ വന്നു വരുമ്പോൾ ഒത്തിരി ബോട്ടുകളുണ്ടാവും. ഇവിടെ ഒരു 860 ബോട്ടുകളോളം ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ഓരോ ഏജൻസി വഴി, ഏജൻറ്റുമായ ആൾക്കാർ വഴിയൊക്കെ ആയിരിക്കും ബുക്ക് ചെയ്യണം. ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. ഡയറക്റ്റൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കുറച്ചുകൂടി കുറഞ്ഞ് കിട്ടും. ഏജൻറ്റ് വഴിയാകുമ്പോൾ ഇൻഡയറക്റ്റ് അല്ല, അപ്പോൾ കുറച്ച് പൈസ കൂടും. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്ന് അവർക്കൊക്കെ ഒരു സന്തോഷമല്ലേ, ഇതൊക്കെ ഒരു കാഴ്ചകൾ. പിന്നെ പ്രായമായ ആൾക്കാർ, ഒത്തിരി പ്രായമായവരെയൊന്നും കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഓടി നടക്കാൻ പറ്റിയ പ്രായമായ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഒന്നൊക്കെ കറക്കി പോവുകയാണെങ്കിൽ അവർക്കും മനസ്സിനൊരു ഉല്ലാസമൊക്കെ ആയിരിക്കും. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഫാമിലി ആയിട്ട് ഒത്തിരി പേര് വരും. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കായലും വെള്ളമൊക്കെ കാണുമ്പോൾ